നമസ്കാരം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ത്രിപുര സർക്കാരും തിപ്രമോദ പാർട്ടിയും തമ്മിൽ ത്രിപുരയിലെ ആദിവാസി സമൂഹത്തിന്റെ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ചരിത്രപരമായ ഒരു ത്രികക്ഷി കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിരവധി പ്രശ്നങ്ങൾ കേന്ദ്രം പരിഹരിച്ച് പ്രദേശത്തെ അക്രമത്തിൽ നിന്നും കലാപത്തിൽ നിന്നും മുക്തമാക്കിയെന്നും വിവിധ സംഘടനകളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് തീവ്രവാദികൾ അക്രമത്തിന്റെ പാത ഉപേക്ഷിച്ചുകൊണ്ട് ആയുധങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ അടിയറവ് വെച്ചിട്ടുണ്ട് എന്നും ഈ കരാറിൽ ഒപ്പുവെച്ച് സംസാരിക്കവേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ഉൾഫ, ബോഡോ, നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുര, ദിമാസ, കർബി, ആദിവാസി, റിയ ഗോത്രവർഗങ്ങൾ എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികൾ കൂടി ഈ കരാറിന്റെ ഭാഗമാണ്. ത്രിപുരയെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര ദിനം തന്നെയാണ്. ഈ ഉടമ്പടിയിലൂടെ ഞങ്ങൾ ചരിത്രത്തെ ബഹുമാനിക്കുകയും തെറ്റുകൾ തിരുത്തുകയും വർത്തമാന കാലത്തെ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഭാവിയിലേക്കുള്ള ഒരു ചുവടുവയ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രം മാറ്റാൻ ആർക്കും സാധിക്കില്ല, എന്നാൽ മുൻകാലത്ത് ചെയ്തു പോയ തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നും അമിത്ഷാ പറയുകയുണ്ടായി. തിപ്രമോദ എന്നറിയപ്പെടുന്ന ത്രിപുര തദ്ദേശീയ പുരോഗമന പ്രാദേശിക സഖ്യവും എല്ലാ ഗോത്രവർഗ പാർട്ടികളും ത്രിപുരയിലെ BJP സർക്കാരും ഈ ഒരു കരാർ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുകൂടി അമിത്ഷാ വ്യക്തമാക്കി. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിന് കീഴിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ 11 സമാധാന അതിർത്തി പരിഹാര കരാറുകൾ ഇതിനോടകം തന്നെ ഒപ്പുവച്ചിട്ടുണ്ട് എന്നും ഈ ത്രികക്ഷി കരാർ അതിൽ അവസാനത്തേതാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ എന്തായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. ത്രിപുര പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ കരാർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പോസിറ്റീവായ മാറ്റം വളരെ വലുതായിരിക്കും. ഇത് സഹായിക്കുന്നതാവട്ടെ BJP എന്ന പാർട്ടിയെ കൂടിയായിരിക്കും. നമുക്കറിയാം, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ BJP വേരുറപ്പിച്ചിട്ടുണ്ട്. അസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അസമിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല, മറിച്ച് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ അതിൽ ഉൾപ്പെടും. അതിലിപ്പോൾ അവസാനത്തേതാണ് ഈ ത്രിപുര എന്ന് പറയുന്നത്. അവിടുത്തെ പല മിലിറ്റന്റ് ഗ്രൂപ്പുകളും ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുണ്ട്. സാധാരണയായി ത്രിപുര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും സ്വയംഭരണ അധികാരമുള്ള ചില ഗ്രൂപ്പുകളായിരിക്കും ഓരോ പ്രാദേശിക വിഷയങ്ങളും ഒത്തുതീർപ്പാക്കുന്നത്. അതിന് അവർ പലപ്പോഴും അക്രമത്തിന്റെ പാത തിരഞ്ഞെടുക്കാറുമുണ്ടായിരുന്നു. ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി മാറാൻ പോകുന്നത്. ഈ ഒരു ഉടമ്പടിയിലൂടെ, ഈ കരാറിലൂടെ ത്രിപുരയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ത്രിപ്രമോദ പാർട്ടിയും എല്ലാം തന്നെ ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ത്രിപുരയിലെമ്പാടും ഇപ്പോൾ ആഹ്ലാദ പ്രകടനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.